കേട്ട് അതിന്റെ പിന്നാലെ പോയി ജനം. അപ്പോൾ എന്താ ചെയ്തത്? 1 or 2 മക്കൾ മതി എന്ന് പറഞ്ഞ് ജനസംഖ്യ നിയന്ത്രണ നിയമത്തിൽ അധികാരികളുടെ വാക്ക് കേട്ട് മനുഷ്യരെല്ലാം അതിനകപ്പെട്ടപ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അപ്പോൾ മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്ന സന്താനങ്ങൾ വഴിയാണ്. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനം, ഉദരഫലം, ഒരു സമ്മാനമാണെന്നാണ് ദൈവം പറയുക. കുഞ്ഞുങ്ങൾ വഴിയാണ് ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, നമുക്കറിയാം സുനാമി തിരമാല ആഞ്ഞടിച്ചത് ലോകത്തിന്റെ മുമ്പില്. സുനാമി തിരമാല ആഞ്ഞടിച്ചപ്പോൾ ഈ ശാസ്ത്രലോകം എന്താ പറഞ്ഞത്? ജനസംഖ്യ വിസ്ഫോടനം ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ സുനാമി തിരമാല ആഞ്ഞടിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് നിമിഷ നേരം കൊണ്ട് ജീവൻ പൊലിഞ്ഞു പോയത്. ദൈവത്തിന് ഇതിനെല്ലാം നിയന്ത്രിക്കാൻ ദൈവത്തിനറിയാം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിന് സാധിക്കാത്തതായി ഒന്നുമില്ല. ദൈവത്തിന്റെ പദ്ധതിയെ തകിടം മറിക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയെ തകിടം മറിച്ചു മനുഷ്യൻ. എവിടെ ശാസ്ത്രജ്ഞന്മാരുടെ വാക്കിന് പ്രാധാന്യം കൽപ്പിച്ചു. ജനസംഖ്യ നിയന്ത്രണത്തിൽ ഏർപ്പെട്ടു. 1 or 2 മക്കൾ മതിയെന്ന് തീരുമാനിച്ചു. എന്താ ഈ സുനാമി തിരമാലയില് എന്ത് മെസ്സേജാ ദൈവം ലോകത്തിന് നൽകിയത്? ഏത് ദിവസമാണ് ഈ സുനാമി തിരമാല ലോകത്തിൽ ആഞ്ഞടിച്ചത്? ഉണ്ണിയേശുവിന്റെ ജനനദിനത്തിന്റെ ആ ദിവസമാണ്. അന്ന് രാത്രിയാണ് ഈ സുനാമി ആഞ്ഞടിച്ചത്. അത് ലോകത്തിന് വ്യക്തമായ ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. ഉണ്ണിയേശുവിന്റെ പിറന്നാൾ ദിനം വലിയ സന്തോഷത്തോടെ ലോകം കൊണ്ടാടി ആഘോഷിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സുനാമി തിരമാല ആകാശം മുട്ട തിരമാല ഉയർന്ന് കാറുകളെല്ലാം ആകാശത്തിലോട്ട് തിരമാല അമ്മാനമാടിയത് ഈ ഉണ്ണിയേശുവിന്റെ ജന്മദിനാഘോഷ ദിനത്തിൽ.